അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാം. 4 മണി ചായക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് 2 കയ്യിൽ റവ, കുറച്ച് ചെറിയ കുഞ്ഞു കയ്യിലാണ്. ബാക്കി നമുക്ക് 2 കയ്യിൽ മൈദ, ഒരു തരി കൂടുതൽ, റവ കുറച്ച് കുറവ്, അപ്പോൾ മതി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ആവശ്യമുള്ളത്, ഇനി നമുക്ക് ചെറിയൊരു പൊളി നാളികേരം കുഞ്ഞേത് അരിഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കും. പിന്നെ കറുത്ത എള്ളാണ്. അപ്പോൾ കരിഞ്ചീരകം ഇടാം, നമുക്ക് എള്ള് ഇടാം. അപ്പോൾ നമ്മൾ എള്ളാണ് എടുത്തേക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3 ബെല്ലം എടുത്തിട്ട്, കറുത്ത ബെല്ലാണ്, ആ ഒരു 3 ബെല്ലം എടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. 2 ഏലക്ക നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, 2 ഏലക്കയും ചതച്ചതിലിട്ടിട്ടുണ്ട്. തട്ടിയിട്ട് 2 ഏലക്കായും തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പാവൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്, പക്ഷേ ചൂടാറണം. അപ്പോൾ നമ്മൾ ശർക്കര പാവ് അരിച്ചൊഴിക്കുന്നുണ്ട്. അതിൽ വല്ല കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ പാവ് നോക്കിയിട്ട് വേണം നമുക്ക് ഒഴിക്കാൻ. കണ്ട കരട് ഉണ്ട്, കണ്ട. നമുക്ക് 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കണം. നമുക്ക് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഉണ്ണിയപ്പം കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മൈദ, അരിമാവിലും ഉണ്ടാക്കാം. 1 ഗ്ലാസ് അരി എടുത്ത് പച്ചരി വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട്, ഒരുപാട് നല്ലപോലെ അരയ്ക്കാണ്ട് മീഡിയത്തിൽ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചിട്ട് നമുക്ക് അരിയിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി പാവും കൂടി നമുക്ക് ഒഴിക്കാം. അപ്പോൾ ചില ബെല്ലത്തിൽ ഒന്നും ഉണ്ടാവില്ല. ചില ബെല്ലത്തിൽ കണ്ടില്ല എത്ര കരടുണ്ട്, പൂഴിയും മണ്ണും പോലെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അരിക്കാണ്ട് ഒഴിച്ചാൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലപോലെ മിക്സാക്കി വെക്കണം. മിക്സാക്കി ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് ഒന്ന് പാകാകാൻ വെക്കണം. വെച്ചാൽ തന്നെ നല്ലപോലെ ഒന്ന് ഇതാക്കി വരുള്ളൂ. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെള്ളം കറുപ്പായത് കൊണ്ട് നല്ല കറുത്ത കളറുണ്ട്. ഇതിലൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളറ് കിട്ടും. ഇപ്പോൾ വെള്ളങ്ങളൊക്കെ ഇതായിട്ടാണ് കിട്ടുക, വെല്ലമൊക്കെ. ഇതിപ്പോൾ എന്തോ കറുപ്പ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് കലക്കിയതൊക്കെ കറക്റ്റായി. ഇനിയിപ്പോൾ പാകം തന്നെ നമ്മൾക്ക് വേറെ തരീസം ഒരു അരമണിക്കൂർ നേരം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് 4 മണിക്ക് ചായ ഉണ്ടാക്കണ നേരത്ത് നമുക്ക് ഉണ്ടാക്കാം. എത്ര നേരം കുഴച്ച് വയ്ക്കണം അത്ര നേരം നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. നമ്മുടെ മാവൊക്കെ അരമണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പത്തിനുള്ള എണ്ണ ഒഴിക്കുക. കല്ലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഉണ്ണിയപ്പത്തിനുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ മാവൊക്കെ ഒഴിച്ച് ഉണ്ണിയപ്പമൊക്കെ നല്ലപോലെ ആകട്ടെ. അപ്പോൾ നമ്മുടെ 4 മണിക്ക് ചായക്ക് ഉണ്ണിയപ്പവും ചായയും, 1 ഗ്ലാസ് കട്ടൻ ചായ അല്ലെങ്കിൽ 1 ഗ്ലാസ് പാൽ ചായ, നമുക്കിതുപോലെ ഉണ്ണിയപ്പമോ എന്ത് വേണമെങ്കിലും 4 മണിക്ക് ചായക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ നമ്മൾ ഒന്ന് പലഹാരവും പള്ളിയിൽ ചീനി, അതുപോലെ നമുക്ക് പെരുന്നാൾക്ക്, അതുപോലെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുക. ഒന്ന് ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊന്നും വെക്കണ്ട, കുറച്ച് നേരം. ഇപ്പോൾ നേരം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അരമണിക്കൂർ വെച്ചാണ്. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ അത് സെറ്റായി വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാം നമുക്ക് നല്ലപോലെ മറിച്ചിടാനൊക്കെ പറ്റുന്നുണ്ട്. കുറേ ദിവസമായി ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചാലും നമ്മുടെ കല്ല് ചില സമയത്ത് പിടിക്കും, അങ്ങനെ നാശമാവും, 1-2 നാശമാവും. പക്ഷേ എന്തോ പ്രാവശ്യം ഒന്നും നാശമായില്ല, ഉണ്ണിയപ്പമൊക്കെ നല്ലപോലെ കിട്ടി. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകാണ്ടിരിക്കില്ല. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉണ്ണിയപ്പമൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി നമുക്കിതൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നല്ലപോലെ ആയിക്കണ്. അപ്പോൾ നമുക്കിതൊക്കെ എടുക്കാം. നല്ല സ്മൂത്ത് ഉണ്ട്. അത് നമ്മൾ കുറേ നേരം വെച്ചപ്പോഴേ നല്ല ഒരിതുണ്ട്. അതിനാണ് നമ്മൾ മാവ് പെനഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. എത്ര നേരം വെക്കണം അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു എയറും കൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എയറും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട്. ഇത് നല്ലതാ, സ്മൂത്ത് അല്ല, എടുത്ത് വെച്ചാൽ ഇങ്ങനെ നല്ലതിൽ ഉണ്ട്, കല്ല് പോലെ ഒന്നുമില്ല, നല്ല ചൂട്. ഇത് നല്ലതുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നാണ്, നമുക്ക് ചായക്ക് കടിയൊന്നുമില്ല, എന്താ ഉണ്ടാക്കുക ഇങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മൈദ, ഒരു തരി റവ, 2 ഏലക്ക, 3 അച്ച് ശർക്കര, പാകത്തിന് വെള്ളം, നാളികേരം ഒരു തരി, ഒരു പുളിയുടെ പകുതി നാളികേരം ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി 4 മണി ചായക്ക് ഒരു കടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയും, എല്ലാവരും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ വീഡിയോയിൽ കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ മിനിറ്റ് കൊണ്ട് ആയിക്കഴിഞ്ഞു. ഇതാണ്ടില്ലേ, നമ്മളിതാ അരമണിക്കൂർ വെച്ചപ്പോൾ ഉള്ളിലൊന്നുമില്ല, കണ്ടാവും. കറുത്ത അച്ച് വെല്ലം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് കണ്ടാവും സ്മൂത്തായിട്ട് നല്ല പോഞ്ഞ് പോലെ കിട്ടിയിട്ട് നല്ല കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമുണ്ട്. ഉള്ളൊക്കെ നല്ല പോലെ എത്തിക്കുന്നത് കണ്ടാ. അപ്പം വെല്ലം വന്നിട്ട് കറുത്ത വെല്ലം ആയതുകൊണ്ടാണ് ഈ കളറ്, നല്ല കളറ്. എനിക്ക് ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം. വെള്ളയ്ക്ക് ഇവിടെ കളർ, നല്ല കളർ ഇപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതുവരെയൊക്കെ വെല്ലാണ് കിട്ടുക. അപ്പം ഇത്ര കളറ് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ കരിപ്പട്ടി, ഒരു പനം കരിപ്പട്ടി ഉണ്ടല്ലോ, അതിൻ്റെ വെല്ലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തു. 4 മണി ചായ, അതേ കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമ്മൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വരാം, ഇൻഷാ അല്ലാഹ്.